ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുൽക്കൂട്ടിലേക്കൊരു തീർത്ഥയാത്ര. ഡിസംബർ 12. ദൈവാത്മാവിനോടൊപ്പമുള്ള തീർത്ഥയാത്ര. ക്രിസ്തുമസ് ആത്മീയ ജ്വാല തെളിക്കുന്നൊരു ദിവ്യ അനുഭവമാണ്. ഹൃദയത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിറയ്ക്കുന്ന ഉത്സവകാലം. മറിയത്തിൻ്റെയും യോസേപ്പിൻ്റെയും പുൽക്കൂട്ടിലേക്കുള്ള യാത്ര ദൈവാത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ചുള്ള വിശ്വാസയാത്രയായിരുന്നു. ദൈവാത്മാവിനോടൊപ്പമുള്ള യാത്രയിലാണ് പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് ലഭിക്കുന്നത്. അത് അത്ര എളുപ്പമുള്ള വഴിയോ സഞ്ചാരമോ അല്ല. എന്നാൽ ദൈവാത്മാവിനോടൊപ്പം ദൈവത്തിലേക്കുള്ള വഴി ക്രമപ്പെടുത്തുമ്പോൾ നമുക്കായി ജീവിത വഴികളിൽ നക്ഷത്രങ്ങൾ തെളിയും. ജീവിത വഴികളിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടായാലും ദൈവസ്നേഹത്തിൻ്റെ താഴ്വാരത്തിലെത്തിച്ചേരാൻ ദൈവാത്മാവിനോടുള്ള യാത്ര നിമിത്തമാകും. ഈ ക്രിസ്മസ് നാളിൽ ദൈവാത്മാവിനോടൊത്തുള്ള പൊതുയാത്ര ആരംഭിക്കാം. നമ്മുടെ പ്രയാസങ്ങളിലും സംശയങ്ങളിലും ദൈവാത്മാവിൻ്റെ സ്വരത്തെ ആശ്രയിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതയാത്രകളെ ദൈവിക യാത്രകളാക്കാം. ഓ ദൈവാത്മാവേ, സഹായക, ഞങ്ങളുടെ ജീവിത വഴികളിൽ കരം പിടിച്ചു നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിലൂടെ ദൈവസാന്നിധ്യം മറ്റുള്ളവർക്ക് തെളിയിക്കാൻ നിരന്തരം പ്രചോദിപ്പിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ വായിക്കുന്നു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. മംഗളവാർത്തയിലും പിന്നീട് നിരന്തരം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുവാനും നിറയപ്പെടുവാനും പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞതുപോലെ ഞങ്ങളെയും ദൈവാത്മാവിൻ്റെ സഹവാസത്താൽ നിരന്തരം പൊതിഞ്ഞ് പുൽക്കൂട്ടിലേക്കുള്ള ഈ യാത്ര കൃപാപൂർണമാക്കണമേ. ആമേൻ.